ഇവിടെയോ? പറഞ്ഞ തുകയുണ്ട്. ഇതുകൊണ്ട് മാത്രമായില്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യം വേണം, സ്വപ്നം വേണം. ലിവ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ഐ വിൽ. പോവാം. ആ ശരി. പപ്പ ഒരു മിനിറ്റ്. വണ്ടി ഇടറേ. ഞാൻ വീട്ടിലോട്ട് വരാം. ഓ ആയിക്കോട്ടെ. ഓക്കെ. മാഷെ, താങ്ക് യു. നമ്മൾ ഇനിയും കാണില്ലേ? ബൈ. ചായ. നീ എന്താ മോനെ ഇന്നലെ ലേറ്റ് ആയോ? ഓ ഒന്നും പറയണ്ട, ഒരു ക്ലയന്റുമായിട്ട് കുറച്ച് അധികം നേരം സംസാരിക്കേണ്ടി വന്നു. വൈകിയതറിഞ്ഞില്ലേ? ചായ നിനക്കല്ല, എനിക്കല്ലേ. അതെ, ഒരു വീടാകുമ്പോ കുറച്ച് ചിട്ടകളൊക്കെ വേണം. ഇത് നിനക്ക് തോന്നുമ്പോ വരാ, തോന്നുമ്പോ പോവാ. ബാക്കിയുള്ളവരുടെ സമയത്തിനൊന്നും ഒരു വിലയില്ല, അല്ലേ? പിന്നല്ലാതെ. ആദ്യം നീ പോയി പല്ല് തേക്ക്. ഓ അതൊക്കെ ഓരോ അന്ധവിശ്വാസമല്ലേ എന്റെ ഉമാദേവി അമ്മ. അതെ, കുഞ്ഞിനെ അപ്പുറത്തൊരാൾ അന്വേഷിക്കണ്ടായിരുന്നു. യുവർ ഓണർ. ഹലോ. ഇന്നലെ 2 മണിക്കൂർ ഏട്ടനെ കാത്ത് കോളേജിന്റെ മുന്നിൽ നിന്നത്. ഹാ, നീ വയലന്റ് ആവല്ലേ. ജ്യേഷ്ഠൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐഫോൺ വാങ്ങി തരണമെങ്കിൽ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ. പാറ വക്കീൽ സാറേ. ഒരു കേസ് കോംപ്രമൈസ് ആക്കി വിട്ടു. ആഹാ. എതിർകക്ഷി നല്ല വിളഞ്ഞ വിത്തായിരുന്നു. പഠിച്ചവണി 18 നോക്കിയിട്ട് ഏറ്റില്ല. എന്നിട്ടെന്താ, ഞാൻ നല്ലൊരു അസല് സെൻറ്റി കഥ ഇങ്ങ് തട്ടിവിട്ടു. പിന്നെ സംഗതി കുറച്ച് ടച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് കഥയിൽ ഞാൻ മോളെ ചെറുതായിട്ട് ഒന്ന് കൊന്നു. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. എന്നിട്ട് സംഗതി ഏറ്റോ? പിന്നെ അല്ലാതെ, അവളെ മൂക്കും കുത്തി വീണു. ഓ, പെങ്കൊച്ചായിരുന്നല്ലേ. വെറുതെ അല്ല വക്കീൽ സാർ വൈകിയത്. ഒന്ന് പോടിയോളൂ. ആ വേല കയ്യിലിരിക്കട്ടെ, മുഴുവൻ കഥയും പറഞ്ഞിട്ട് പോയാ മതി.
മരിച്ചെന്ന് പറഞ്ഞപ്പം അവളുടെ മുഖം പോയതൊന്ന് കാണണമായിരുന്നു. കഷ്ടം, നാണില്ലല്ലോ ഒരു കൊച്ചു പെണ്ണിനെ പറ്റിച്ചിട്ട് ഇത്ര ജാട കാണിക്കാൻ. ഈശ്വരാ, ഈ നുണയന് ഒരു തവണയെങ്കിലും തോപ്പിക്കണേ. അത് ഈശ്വരൻ വിചാരിച്ച പോരെ മോളെ, ഞാൻ തന്നെ വിചാരിക്കണം. എന്നാലും ആ ചെക്കൻ്റെ ഒരു ഭാഗ്യം. ഈ സിറ്റിയിൽ ഇത്രയും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും ആ ഡോക്ടർ കൃത്യം വിളിച്ചത് അവന്റെ അമ്മാവിന്റെ സ്റ്റേഷനിലേക്ക്. വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്കായിരുന്നു ആ കോള് പോയിരുന്നെങ്കിലേ ആ ചെക്കനിപ്പോ ജയിലിൽ കിടന്നേനെ. ആ ഡോക്ടർക്ക് കേസ് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് എൻ്റെ അളിയന് ചാർജുള്ള പോലീസ് സ്റ്റേഷനില്ല. അവൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. I don't care about media. പിന്നെ എന്തിനാ സാർ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഫാമിലി ഡോക്ടറുള്ള ഹോസ്പിറ്റലിൽ തന്നെ മോളെ കൊണ്ടുപോയത്? നിങ്ങൾ തമ്മിൽ മറ്റൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആത്മഹത്യക്ക് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ഒരു ലോജിക്. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ആത്മഹത്യ ലോജിക്കലാവോ മാഷെ?